നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കീം 2026 എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻപ് പല വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിലും പല ആളുകളും വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ട്. ചില ആശങ്കകളുടെ പുറത്ത് സംസാരിക്കുന്ന ആളുകളെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, അതിൻ്റെ സ്കോറും പെർസെൻറ്റേജ് വാല്യൂ ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നോർമലൈസ്ഡ് സ്കോർ എത്രയാണെന്ന് നമുക്കറിയാം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ നോർമലൈസ്ഡ് സ്കോറും അതോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെയുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ സ്കോറും അങ്ങനെ ഇവയെല്ലാം ചേർത്ത് 600-ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടി, 600-ൽ എത്രയാണ് നമ്മളുടെ വിഹിതം എന്നാണ് മനസ്സിലാവുന്നത്. ആ 600-ൽ 520, 550, 400, 300, 200 എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു റാങ്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടാൽ ആ ഭാഗം അവിടെ കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ ഈ കിട്ടിയ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം കൊള്ളാവുന്ന നല്ല മികച്ച കോളേജും കോഴ്സും ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നേടിയെടുത്ത് അഡ്മിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ നൽകുന്ന ഓപ്ഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത്. നമ്മളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ വർഷത്തെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏതൊക്കെ റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിശദമായിട്ട് സാധ്യതകൾ പഠിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഓപ്ഷൻ ലിസ്റ്റ് നമ്മൾക്ക് മികച്ച കോളേജുകളും കോഴ്സുകളും നമ്മൾ വിചാരിക്കുന്ന ഫീ കാറ്റഗറിയിൽ തന്നെ അഡ്മിഷൻ നേടിത്തരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിൽ കവിഞ്ഞെന്തെങ്കിലും പുതുതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെ ചോദിക്കുക. ഇനി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മളുടെ പരിഗണനയിൽ വരേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, നമ്മളുടെ കയ്യിലൊരു റാങ്കുണ്ട്. ആ റാങ്ക് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളും അവിടുത്തെ സാഹചര്യങ്ങളുമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. മുൻ വർഷത്തെ അലോട്ട്മെൻറ്റിൽ 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്നിങ്ങനെ വിവിധ അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ നടപടികൾ പുരോഗമിച്ച സമയത്ത് മുൻ വർഷത്തിൽ ഈ റാങ്ക് ബ്രാക്കറ്റിലുള്ള ആളുകൾക്ക് എവിടെയൊക്കെയാണ്, ഏതൊക്കെ കോളേജുകളിൽ, ഏതൊക്കെ കോഴ്സുകളിലാണ്, ഏതൊക്കെ ഫീ സ്ട്രക്ചറിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഫീ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏത് ഫീ കാറ്റഗറി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരുദ്ദേശിക്കുന്ന ഒരു കോഴ്സ് അവരുദ്ദേശിക്കുന്ന ഒരു കോളേജിൽ കിട്ടിയാൽ മതി. എന്നാൽ മറ്റ് ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് കോളേജുകൾക്ക് പ്രിഫറൻസ് ഉണ്ട്, കോഴ്സുകൾക്ക് പ്രിഫറൻസ് ഉണ്ട്, പക്ഷേ ഫീ വളരെ കുറഞ്ഞിരിക്കണം. അവർക്ക് അത്രയേ അഫോർഡബിൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ അവർ തങ്ങൾക്ക് പറ്റാവുന്ന ഫീ സ്ട്രക്ചറിനുള്ളിൽ പഠിക്കാൻ പറ്റുന്ന കോളേജുകളും അവയിലെ കോഴ്സുകളും കിട്ടുന്ന രീതിയിലാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. നമുക്ക് അലോട്ട്മെൻറ്റിനായിട്ട് ലഭ്യമായിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ തന്നെ വിവിധ കാറ്റഗറികളിലായിട്ടാണ് കോളേജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഗവൺമെൻറ് കോളേജസ്, അവിടെ കുറച്ചധികം സീറ്റുകളുണ്ട്. പിന്നീട് വരുന്നത് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. പിന്നീട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ്, NRI സീറ്റൊന്നും ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൽ വരില്ല. അതേപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ NRI സീറ്റും സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൽ വരില്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലെയും കോളേജുകളിലെ സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിലുള്ള സീറ്റുകളെല്ലാം ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിനായിട്ട് പോർട്ടലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സീറ്റുകളെയൊക്കെ ലക്ഷ്യം വെച്ച് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനായിട്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ സ്ഥാപനങ്ങളിലെ, ഈ ഓരോ കാറ്റഗറിയിലെയും സ്ഥാപനങ്ങളിലെ ഫീ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അഡ്മിഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾക്ക് ചില കോളേജുകൾ ഉയർന്ന സ്കോളർഷിപ്പൊക്കെ വാഗ്ദാനം ചെയ്യുന്ന കോളേജുകളുണ്ടാവും. അത് ആ കോളേജുകളുടെ പ്രത്യേകത അനുസരിച്ച് മാറും.
അപ്പോൾ അത് നമ്മൾ മാറ്റി നിർത്തിയാൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്. നമുക്കറിയാം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സീറ്റുകളിൽ ആദ്യത്തെ ഒരു 10,000 15,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അവസരം നൽകാനുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. വിവിധ കാറ്റഗറിയിലുള്ള കോളേജുകളിലായിട്ട് ധാരാളം സീറ്റുകളുണ്ട്. പക്ഷേ ഈ ഓരോ സീറ്റുകളിലെയും ഫീ ഇനം വളരെ വ്യത്യസ്തമാണ്. ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ താരതമ്യേന വളരെ കുറഞ്ഞ ഒരു ഫീസാണ് അഡ്മിഷനായിട്ട് വാങ്ങുന്നത്. 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വളരെ ചെറിയ തുകയാണാവുക. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് വളരെ ഉയർന്ന റാങ്ക് വേണം. അപ്പോൾ ആ റാങ്കിലേക്ക് വരാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പിന്നീട് ആശ്രയിക്കാൻ പറ്റുന്ന തൊട്ട് താഴെ വരുന്ന വിഭാഗമാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്. ഈ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2 വിഭാഗം സീറ്റുകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മെറിറ്റ് ലോവർ ഫീ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, മെറിറ്റ് ഹയർ ഫീ എന്ന് പറയുന്നത്. മെറിറ്റ് ഹയർ ഫീ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഉയർന്ന ഫീസ് ആണെങ്കിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോകുന്നതിന് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷനാണ്, കുറച്ച് റാങ്ക് താഴെയാണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെറിറ്റ് ഹയർ ഫീ. ചിലപ്പോൾ ഭാഗ്യവശാൽ ആദ്യത്തെ 1-2 അലോട്ട്മെൻറ്റിലൊന്നും മെറിറ്റ് ലോവർ ഫീ കിട്ടിയില്ലെങ്കിലും മെറിറ്റ് ലോവർ ഫീക്കുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ ലിസ്റ്റിൽ മേലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോഴോ പിന്നീട് വരുന്ന സ്പോട്ട് അഡ്മിഷനൊക്കെ വരുമ്പോഴോ ഈ മെറിറ്റ് ഹയർ ഫീയിൽ നിന്ന് മെറിറ്റ് ലോവർ ഫീയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാനും ഏതെങ്കിലും ഒരു കോളേജിൽ ഓപ്ഷൻ പ്രകാരം അലോട്ട്മെൻറ്റ് വന്നാൽ അഡ്മിഷൻ എടുക്കാനും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും 1ാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് 2ാം ഘട്ട അലോട്ട്മെൻറ്റും കൂടെ പൂർത്തിയായതിനു ശേഷമായിരിക്കും അഡ്മിഷൻ നടപടികൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ അലോട്ട്മെൻറ്റ് ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിലെ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഏറ്റവും മികച്ച ഓപ്ഷൻ നമ്മളിലേക്ക് അഡ്മിഷനായിട്ട് തേടി എത്തണമെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം. ഞാൻ ആ ഒരു കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പലപ്പോഴും കോളേജുകൾ എവിടെയാണെന്നോ ആ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ടെന്നോ ആ കോഴ്സുകളിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ആ കോളേജിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നോ ആ കോഴ്സുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായെന്നോ അല്ലെങ്കിൽ തൊട്ട് 1, 2, 3 വർഷം മുമ്പ് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അനുഭവം എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പാരൻസും കുട്ടികളും റാൻഡമായിട്ട് കോളേജുകളുടെ ഒരു വലിയ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് കോളേജുകളെ കുത്തി നിറയ്ക്കുന്നത്. പലപ്പോഴും അങ്ങനെ കുത്തി നിറയ്ക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴാണ് ആ കോളേജിൻ്റെ സ്ഥിതിയും യാഥാർത്ഥ്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. കഴിഞ്ഞ അഡ്മിഷനിലും അത്തരത്തിൽ ചില പാരൻസ് വിളിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് സമയമൊന്നുമില്ല. നമ്മൾ ഇനി കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കോളേജുകളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ കോളേജുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പലരും പോയി സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസും റെഫറൻസും ഒക്കെ നോക്കും. ഇപ്പോൾ പലപ്പോഴും പല കോളേജുകളുടെയും ഇപ്പോൾ ഈ അടുത്ത ദിവസം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. പല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വലിയ തുക മുടക്കിയിട്ട് വലിയ അഡ്മിഷൻ ക്യാമ്പയിനുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോസും സെഷൻസും ഒക്കെ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കാണരുത് എന്നല്ലവർ അതൊക്കെ കാണണം. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ അതിനപ്പുറമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ സോഷ്യൽ മീഡിയ കിട്ടുന്ന ഫീഡുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും കോഴ്സുകളും കോളേജുകളും ഒന്നും തിരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് എത്താതെ കുറച്ചുകൂടെ ഉത്തരവാദിത്ത ബോധത്തോടെ കാര്യപ്രാപ്തിയോടുകൂടി തന്നെ നമ്മൾ ഈ കോഴ്സും കോളേജും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയേണ്ടത്, ഒന്ന് പലതരത്തിലുള്ള റാങ്കിങ് ഫ്രെയിം വർക്കുകളുണ്ട്. നമുക്കറിയാം NIRF ഉണ്ട്, KRF ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള റാങ്കിങ് ഫ്രെയിം വർക്കുകളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഫ്രെയിം വർക്കുകളിൽ നിന്ന് കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ചില ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ട് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജുകളെ സെലക്ട് ചെയ്ത് തരുന്ന ഓൺലൈൻ ഫെസിലിറ്റീസ്, AI സഹായത്താൽ ചെയ്യുന്ന ചില സേവനങ്ങൾ, ഇതൊക്കെ ഓൺലൈനിൽ ലഭ്യമാണ്. ഇങ്ങനെയൊക്കെ പല സ്ഥലത്തുനിന്ന് നമുക്ക് കോളേജുകളുടെ ലിസ്റ്റ് കിട്ടും. ഇത് ഒരു ഭാഗത്ത് നിർത്തി പരിഗണിക്കണം. ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് നിർത്തി പരിഗണിക്കണം. മറ്റൊന്ന്, നിങ്ങൾ നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് മറ്റൊരു ഭാഗത്തായിട്ടും പരിഗണിക്കണം. ഇവ തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ കോളേജും അവയിലെ കോഴ്സും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു കോളേജിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ
തീരുമാനിക്കുമ്പോൾ തന്നെ ആ കോളേജിലെ അക്കാഡമിക് കൾച്ചർ എങ്ങനെയാണെന്ന്, അവിടുത്തെ അക്കാഡമിക് ആംബിയൻസ് എന്താണെന്ന്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും, അവർ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഇമ്പ്രഷൻ എന്താണെന്നും, അവരവിടെ നിന്ന് പാസ് ഔട്ട് ആവുന്ന സമയം വരെയുള്ള അവരുടെ ആ 4 വർഷത്തെ കാലഘട്ടം കൊണ്ട് അവരെങ്ങനെയാണ് ആ കോളേജിനെ വിലയിരുത്തിയതെന്നും, അതിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും, അവർ പറയുന്നതിലെ തെറ്റിദ്ധാരണകളും നുണകളും സംശയങ്ങളും ആശങ്കകളും എന്തൊക്കെയാണെന്നും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതൊക്കെ കിട്ടേണ്ട സ്ഥലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ശരിയായ വിവരങ്ങൾ ലഭ്യമാവുന്ന സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കോളേജുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാവുന്നത്. ഇതിങ്ങനെ പറയാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം ചില പാരൻസും വിദ്യാർത്ഥികളൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഡ്മിഷനൊക്കെ എടുത്തു, പക്ഷേ ഇപ്പോഴാണ് ആ കോളേജിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാണ്, അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടി മാറിപ്പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് നമ്മൾ കോളേജുകളും കോഴ്സുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അവിടെ വന്നു, ഇഷ്ടപ്പെട്ട കോളേജുകളൊക്കെ വന്നു. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓപ്ഷൻ പ്രകാരം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠനത്തിനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു അക്കാഡമിക് കൾച്ചർ ഉണ്ടാവും. അവിടുത്തെ ഒരു അക്കാഡമിക് ആംബിയൻസ് മാത്രമല്ല ഞാൻ പറയുന്നത്, അക്കാഡമിക് കൾച്ചർ ഉണ്ടാവും. എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, കുട്ടികളും അധ്യാപകരും ഏത് രീതിയിലാണ് അവിടെ ഇടപഴകുന്നത് എന്നൊക്കെ ഓരോ ക്യാമ്പസിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കോളേജുകളിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിക് കൾച്ചർ ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം വന്നൊരു കോളിൽ ഒരു ലേഡിയാണ് വിളിച്ചത്, ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 1-ാം ക്ലാസ് മുതൽ ഈ 12-ാം ക്ലാസ് വരെയുള്ള ഒരു പഠന കാലയളവിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു ടീച്ചർ പേഴ്സണൽ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുകയും, അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏകദേശം സ്കൂളിലെ ഒരു അറിയാമല്ലോ, ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പ്രൈവറ്റ് സ്കൂളുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു കുട്ടി പിന്നെ അതിന് പുറമെ വീട്ടിൽ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണൽ ട്യൂഷൻ കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് ഈ 12-ാം ക്ലാസ് വരെ പഠിച്ച് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഉയർന്ന മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ സംശയം, ഇവരുടെ ആശങ്കയാണ്, ഗവൺമെൻറ് കോളേജിലൊക്കെ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ അറ്റൻഷൻ വരുന്ന രീതിയിൽ കുട്ടികൾക്ക് കൃത്യമായി നോട്ട്സ് കൊടുക്കുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുക, സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും എക്സാമിനേഷന് മുമ്പ് കവർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി ഈ ഗവൺമെൻറ് കോളേജിലുണ്ടോ, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കോളേജിനെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു പേഴ്സണൽ അറ്റൻഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ക്യാമ്പസ് തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെ കോളേജാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കോളായിരുന്നു. ഇത് ശരിക്കും അവർ ചോദിച്ചത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചുകൊണ്ട് അവർക്ക് ചില കോളേജുകൾ ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിന്നും നമ്മൾ ഓരോ കുട്ടിയും ഇന്നത് പഠിച്ചേ പറ്റൂ എന്ന് നിർബന്ധപൂർവ്വം പഠിപ്പിക്കാനായിട്ടുള്ള സാവകാശമൊന്നും അവിടെ ഉണ്ടാവില്ല. അത് അവരുടെ ഒരു പോരായ്മയൊന്നുമല്ല, അവിടുത്തെ ഒരു രീതി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അവിടെ മിക്കവാറും നന്നായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ് അവിടെ വരുന്നത്. അവിടെ അക്കാഡമിക് ആംബിയൻസ് തന്നെ വ്യത്യാസമുണ്ട്. അവിടെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പ്രായോഗികമായിട്ട് ഈ പറഞ്ഞ സിലബസ് പ്രകാരമുള്ള മോഡ്യൂളുകളെല്ലാം ഒരു പേഴ്സണൽ ട്യൂഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന അറ്റൻഷനോട് കൂടി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പഠന രീതി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ അധ്യാപകൻ അലോട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് വരും, വിദ്യാർത്ഥികൾ ആ സ്ഥലത്തേക്ക് ചെന്നിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളൊരു ക്ലാസ് റൂമിലിരിക്കും, അവിടേക്ക് ടൈം ടേബിൾ പ്രകാരം അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കും, കുട്ടി വീണ്ടും അവിടെ ഇരിക്കുന്നു, അടുത്ത അധ്യാപകൻ വന്നു അടുത്ത ക്ലാസ് എടുത്ത് പോകുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കൂടി എഞ്ചിനീയറിംഗ് പഠന കാലയളവിൽ കുട്ടികൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായി പഠിക്കാനായിട്ട്, അതായത് സെൽഫ് സ്റ്റഡി മോഡ് ഓണാക്കി എടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിച്ച് പിടിച്ച് മനസ്സിലാക്കി ഒരു പരീക്ഷയ്ക്ക് അതെങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് സ്വയം തയ്യാറായി ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ, ഒരു സെൽഫ് സ്റ്റഡി മോഡ് ഓണാക്കി എടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന കോളേജുകളിൽ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഗവൺമെൻറ്റിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഭരണപരമായ നിയന്ത്രണങ്ങൾ അവിടെ നിലനിൽക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൊതുവേ റിസൾട്ടിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കുട്ടികൾക്ക് സഹായകരമാവുന്ന രീതിയിൽ അവരെ അക്കാഡമിക് അസിസ്റ്റൻസ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഗവൺമെൻറ് കോളേജിനേക്കാളും നല്ലത് അത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരിക്കും. അവിടെ 2 കാറ്റഗറിയിലാണ് സീറ്റ് വരുന്നത്, മെറിറ്റ് ഫുൾ ഫീയും മെറിറ്റ് ലോവർ ഫീയും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ചോയ്സ് എടുക്കണം എന്നല്ല. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ പരിഗണിക്കപ്പെടണം. അങ്ങനെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയ ഓപ്ഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു നിരാശബോധവും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓപ്ഷൻ ലിസ്റ്റിൽ കോളേജുകളും കോഴ്സുകളും അവയിലെ ഫീസ് സ്ട്രക്ചറുകളും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കോളേജുകൾ നിൽക്കുന്ന പരിസ്ഥിതിയും, അവിടുത്തെ അക്കാഡമിക് ആംബിയൻസ്, അവിടുത്തെ റിസൾട്ട്, അവിടുത്തെ റാങ്കിങ്, അവിടുത്തെ അക്രഡിറ്റേഷൻ, അവിടുത്തെ ലബോറട്ടറി ഫെസിലിറ്റീസ്, അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അമ്യൂണിറ്റീസ്, ഹോസ്റ്റൽ സൗകര്യം, ഹോസ്റ്റൽ തന്നെ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം തിരുവനന്തപുരത്ത് പൂജപ്പുര LBSൻ്റെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് മികച്ച കോളേജാണ്. ഇത്തവണയും നല്ല റിസൾട്ടാണ്, നല്ല റിസൾട്ടാണ്. മികച്ച ടോപ്പ് റിസൾട്ട് എപ്പോഴും പ്രകടിപ്പിക്കുന്ന കോളേജുകളിൽ ഉൾപ്പെട്ടൊരു ക്യാമ്പസാണ്. അവിടത്തേക്ക് ചില പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോസ്റ്റൽ ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. ഹോസ്റ്റലിനുള്ളിൽ ഒന്നിലധികം ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികളാണ്, അവർ ക്ലാസ് അവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും റിസർച്ച് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സോ ഒക്കെ ചെയ്യണമെങ്കിൽ വീണ്ടും ക്യാമ്പസിലെ അക്കാഡമിക് ബ്ലോക്കിൽ പോയി അല്ലെങ്കിൽ അവിടുത്തെ ലബോറട്ടറിയിലേക്ക് പോയി ചെയ്യുന്നതിന് പകരം അവരിയ്ക്കുന്ന ഹോസ്റ്റലിൽ തന്നെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ലബോറട്ടറീസ് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളൊക്കെ ആ ക്യാമ്പസിലുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കോളേജുകൾക്കും വ്യത്യസ്തമാണ്. ഓരോ കോളേജുകളിലെയും അക്കാഡമിക് ആംബിയൻസിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കോളേജുകളിലെ ലിസ്റ്റ് പരിഗണിക്കാനും ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ രീതിയിൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ നേരിടാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.